ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുകയെന്ന് എല്ലാവരുടെയും ഒരു ടെൻഷനാണ് അല്ലേ? നമുക്കിന്ന് കൊഴുക്കട്ടയിൽ ഒരു വെറൈറ്റി കൊണ്ടുവന്നാലോ? മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ അരിമാവിലാണ് കൊഴുക്കട്ട ഉണ്ടാക്കാറുള്ളത്. ഇത് നമുക്ക് ഓട്സ് വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റ് ടേസ്റ്റിൽ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാം കേട്ടോ. ഇത് നല്ല ഹെൽത്തി വേർഷനാണെന്ന് മാത്രമല്ല, ഇപ്പോൾ മിക്ക വീടുകളിലും ഡയബറ്റിക്സ് ആൾക്കാർ ഒരുപാടുണ്ട്. അവർക്കൊക്കെ സേഫായിട്ട് കഴിക്കാൻ പറ്റും. അവർക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടുമെന്ന് ഒന്ന് കണ്ടു നോക്കൂ. Don't miss this because it's super tasty and spicy. കേട്ടില്ലേ? ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ എന്തിനാല്ലേ? അപ്പം നമുക്ക് എത്ര പേർക്ക് കഴിക്കാനാണെന്ന് വെച്ചാൽ അത്രയും ഓട്സ് അങ്ങോട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കടുക് താളിക്കുന്നത് പോലെ അല്പം കടുകിട്ട് കൊടുത്തതിന് ശേഷം അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അല്പം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നിട്ട് കൊടുക്കുക. ഇനി നമ്മൾ കടലപ്പരിപ്പും കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ കൊഴുക്കട്ടയ്ക്കെന്ന് മാത്രമല്ല, ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഈ കടലപ്പരിപ്പും അല്പം ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുത്താൽ, കടുക് താളിക്കുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്താൽ ഒരു നല്ല മണവും ഒരു നല്ല ടേസ്റ്റുമാണ് അതിന്. അതൊരുപാട് അങ്ങ് കരിഞ്ഞു പോകാതെ നോക്കുകയും വേണം. ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് പോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചെറിയ ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. ഒത്തിരി അങ്ങ് മൂത്തൊന്നും പോകണ്ട. ഇനിയിപ്പം നമ്മൾ കുറച്ചൊരു 1-2 സവാള, ചെറിയതാണെങ്കിൽ ഒരു 2 സവാള, വലുതാണെങ്കിൽ ഒരൊറ്റ സവാള മതി, ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കുക. സവാള ഇല്ലെങ്കിൽ കൊച്ചുള്ളി ആണെങ്കിലും നല്ല ടേസ്റ്റാണേ. കൊച്ചുള്ളി അരിയാനുള്ള മെനക്കേട് കൊണ്ടാണല്ലോ നമ്മൾ ഈ സവാള എടുക്കുന്നത്. അതങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ കളറാക്കി മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഓട്സ് ഉണ്ടല്ലോ, ആ ഓട്സിലോട്ട് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കുക. ഇളം ചൂടുവെള്ളം ഒഴിച്ച് നനച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ. ഇളം ചൂടുവെള്ളം, ഒരുപാട് തിളയ്ക്കുന്ന വെള്ളമൊന്നും വേണ്ട. ഇനി അതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ചിരുന്ന അത്രയും സാധനങ്ങളും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നല്ലപോലെ നമ്മൾ മറ്റേ സാധാരണ കൊഴുക്കട്ടയ്ക്ക് കുഴക്കത്തില്ലേ, അതുപോലെ ആ പരുവത്തിന് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. എണ്ണ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എളുപ്പമാണ്, കുറച്ച് നേരമല്ലേ ആയുള്ളൂ. ഇനിയിപ്പോൾ എന്താ, നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ഒരു റൗണ്ട് ഷേപ്പ് വേണോ, റൗണ്ട് ഷേപ്പിൽ ഉരുട്ടാം. അല്ലാതെ നമ്മൾ ഇതുപോലെ പിടിക്കൊഴുക്കട്ടയായിട്ട് ഉരുട്ടുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇങ്ങനെ പിടിക്കൊഴുക്കട്ടയായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്ന് റൗണ്ടാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് ചപ്പിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ സാധാരണ കൊഴുക്കട്ട പോലെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. എന്ത് ഹെൽത്തിയുമാണ്, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. നമുക്ക് സേഫായിട്ട് ഒരല്പം 2-3 കൊഴുക്കട്ട കൂടുതൽ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റുകളൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ബൈ.